മിഡിൽ ഈസ്റ്റ് യുദ്ധം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ഇനിയും നിശബ്ദമാവാൻ കഴിയില്ലെന്നാണ് UAE പറയുന്നത്. അബ്രഹാം കരാറിൻ്റെ സഹായം തേടുമെന്ന് UAEയിൽ നിന്ന് പ്രസ്താവന വന്നതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അത് ഇസ്രായേലാണ് പറഞ്ഞത്. അത്തരമൊരു കരാർ വ്യവസ്ഥ നിലവിലുണ്ടല്ലോ, അത് വേണമെങ്കിൽ നടപ്പിലാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിൽ ഇസ്രായേൽ പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് അങ്ങനെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇറാൻ ഫുജൈറക്ക് നേരെ ആക്രമണം നടത്തുന്നു. അതിൽ 3 ക്രൂസ് മിസൈൽ, 4 ഡ്രോണുകൾ, 12 ബാലിസ്റ്റിക് മിസൈൽ. ഇതിൽ ഏറെക്കുറെ തകർക്കപ്പെട്ടിട്ടുണ്ട് എന്ന് UAE പറയുന്നു. എന്നാലും ചിലത് ഈ മേഖലയിൽ വീഴുകയും വലിയ തീപിടുത്തം ഉണ്ടാവുകയും ചെയ്തത്. റിഫൈനറി കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. ഫുജൈറ തുറമുഖം കേന്ദ്രീകരിച്ചുകൊണ്ടും ആക്രമണം നടത്തി. വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല, തങ്ങളുടെ രാജ്യാതിർത്തി കടന്നുകൊണ്ട് ശത്രു രാജ്യത്തെ പോലെ ഇറാൻ ആക്രമിക്കുന്നത് ഇനിയും അങ്ങനെ നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന സമയത്ത് ഏറെക്കുറെ UAEയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രത്യാക്രമണമോ പ്രതിരോധമോ നേരിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നതിനോട് ഇടയിലാണ് അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അതിലൂന്നിയിരിക്കുന്ന ചർച്ചയാണ് പ്രാധാന്യമായിട്ടും ഇപ്പോൾ അന്താരാഷ്ട്ര മീഡിയയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അഥവാ ഇങ്ങനെയാണ് അതിൻ്റെ വിഷയം നമ്മൾ പറയുന്ന സമയത്ത്, 2020 സെപ്റ്റംബർ മാസം 15-ാം തീയതിയാണ് കരാർ വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. ലോകാടിസ്ഥാനത്തിലുള്ള അല്ലെങ്കിൽ ഈ മേഖലയിലുള്ള, പ്രത്യേകിച്ച് ഈ മേഖലയെ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ച്, മറ്റത് 2ാം ഘട്ടമാണ് പറയുന്നത്, ലോകാടിസ്ഥാനമാണ് എന്നുള്ളത് 2ാം ഘട്ടം. ആദ്യ ഘട്ടത്തിൽ ഈ മേഖലയിലുള്ള മുസ്ലിം, ക്രിസ്ത്യൻ, ജൂത വിഭാഗങ്ങൾ, അബ്രഹാം എന്ന് പറയുന്ന പ്രവാചകരുടെ വംശാവലിയിൽപ്പെട്ട വിഭാഗങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന കാര്യകാരണങ്ങളാൽ ചേർന്ന് നിൽക്കുകയും അവരിൽ ഒരുപാട് കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടിയിട്ട് നടപടി സ്വീകരിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതിച്ച കരാർ പത്രമാണ് അബ്രഹാം കരാർ അല്ലെങ്കിൽ അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്നത്. ഈ കരാർ വ്യവസ്ഥ പ്രകാരം UAE, ബഹ്റൈൻ, ഇസ്രായേൽ, മൊറോക്കോ, സുഡാൻ ഈ 5 രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതിലേക്ക് സാധ്യതയുള്ള രാജ്യങ്ങളായിട്ട് തൊട്ടടുത്ത് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ തയ്യാറാണ് എന്ന് പറയുന്നതിൽ കസാക്കിസ്ഥാൻ, സൗദി അറേബ്യ, സിറിയ 3 രാജ്യങ്ങളുണ്ട്. ഭീകരവിരുദ്ധ സഹകരണം, രഹസ്യാന്വേഷണം, സുരക്ഷാ സംവിധാനം, ഊർജം, ജലനിർമ്മാണം, കൃഷി, ഭക്ഷ്യസുരക്ഷ, സമുദ്ര സഹകരണം, ആക്രമിക്കുന്ന സമയത്ത് പ്രതിരോധിക്കുക, ഈ സംഭവങ്ങളൊക്കെ അത് യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള നാറ്റോ സഖ്യത്തിന് സമാനമായ രീതിയിൽ ഇതിൽ ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളെ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ അതിന് സംയുക്തമായ രീതിയിൽ സ്വന്തം രാജ്യത്തെ ആക്രമിച്ചതിന് തുല്യമായ രീതിയിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ വിഷയം വരുന്നത്, ഈ പറയപ്പെട്ട രാജ്യങ്ങളിൽ ഇവരെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന രാജ്യം ഈ അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് റഷ്യ ഇതിൽ കക്ഷിയല്ല, അതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് അതേതെങ്കിലും മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കുന്നില്ല, അപ്പോൾ അവർ പോയി. ചൈന കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, അതും ഈ പറയപ്പെട്ട വിഭാഗത്തിൽ പരിഗണിക്കുന്നില്ല, അവർ പോയി. കൊറിയ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്, അതും ഈ വിഭാഗത്തിൽ പെടുന്നില്ല, അവർ പോയി. ഈ 3 രാജ്യങ്ങളും അമേരിക്കയുടെ ശത്രു രാജ്യമാണ്, ഏറെക്കുറെ ഇസ്രായേലിൻ്റെ ശത്രു രാജ്യമാണ്. അപ്പോൾ അവരാക്രമിക്കുകയാണെങ്കിൽ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് ഈ തിരിച്ചടിക്കുക എന്നുള്ളതാണ്. ഇനി അതിനപ്പുറമായ രീതിയിൽ മുസ്ലിം രാജ്യമാണ് ഇറാൻ ഇതിൽ കക്ഷിയല്ല, ഇറാൻ ഇതിൽ കക്ഷിയാക്കിയില്ല. കാര്യം ഇറാൻ അമേരിക്കയുടെ ശത്രു രാജ്യമാണ്. അപ്പോൾ ചില വിഭാഗീയമായിരിക്കുന്ന നിലപാടുകൾ അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ രാഷ്ട്രീയമായി ശത്രുക്കളെ വേർതിരിച്ച് കാണിച്ചുകൊണ്ട് മറ്റൊരു സംവിധാനം, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി അങ്ങനെ നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഉദ്ദേശം എന്നുള്ളത് കൃത്യമാണ്. അതുകൊണ്ട് ഇറാനെ കൂടി ചേർക്കാത്തതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം പറയുന്നത്. അപ്പോൾ ഇതിൽ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ, UAE നിരന്തരം ആക്രമിക്കുന്നു. ഫുജൈറയിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തി വലിയ നഷ്ടങ്ങൾ, തീപിടുത്തങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് UAEയിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായിരിക്കുന്ന അയൺ ഡോം, അയൺ ബീമൊക്കെ സ്ഥാപിച്ചത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു യുദ്ധ സാധ്യത ഉണ്ട് എന്ന് ഊഹിക്കാൻ വേണ്ടി പറ്റുന്നതാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇപ്പോൾ വീണ്ടും ഈ ഇറാൻ്റെ ആക്രമണം ഭാവിയിൽ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി തങ്ങൾ ഒരുപാട് ക്ഷമിച്ച് കാത്തു നിൽക്കുന്നില്ല.
ഞങ്ങൾ നിശബ്ദരാകുന്നത് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിൽ, അഥവാ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് UAE പറഞ്ഞു വെക്കുന്നത്. അപ്പോഴാണ് ഈ അബ്രഹാം കരാർ ഉയർന്നു വരുന്നത്. ഏതെങ്കിലും രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ സംയുക്തമായ രീതിയിൽ ചേർന്നുകൊണ്ട് തിരിച്ചടിക്കുക എന്നുള്ളൊരു കരാർ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലെയോ അമേരിക്കയുടെ ഒക്കെ സഹായത്തോടു കൂടി UAE ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഇതിൻ്റെ ഇടയിൽ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. കടലാസ് ഉടമ്പടിയിൽ നിന്ന് ഒരു യാഥാർത്ഥ്യ സഹകരണത്തിലേക്ക് അബ്രഹാം അക്കോർഡ് മാറുന്നു എന്നൊരു സൂചന നൽകുന്നു. അപ്പോൾ ഇവിടെ മറ്റൊരു വിഷയം ഇതിനോടനുബന്ധിച്ച് വരുന്നത്, ഈ കരാർ വ്യവസ്ഥ പ്രകാരം UAE സഹായിക്കാൻ വേണ്ടി ഇസ്രായേൽ വരുന്നു എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥ പ്രകാരമാണ് പറയുന്നത്. നിങ്ങൾ തെറ്റായിരിക്കുന്ന കാര്യമൊന്നുമല്ല. അതായത് ഈ പറയപ്പെട്ട 5 രാജ്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുള്ള ഒരു ഉടമ്പടി കരാറുണ്ടെങ്കിൽ രാജ്യത്തെ മറ്റേതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ സംയുക്തമായി ചേർന്നുകൊണ്ട് ശത്രു രാജ്യത്തിനെ ആക്രമിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ ഇവിടെ വിഷയം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ സുഡാനിലുണ്ടായിരിക്കുന്ന ആഭ്യന്തര പ്രശ്നം, അതിൽ ഈ പറയപ്പെട്ട സൈനിക വ്യവസ്ഥ സംവിധാനങ്ങൾ ഒരിടപെടൽ നടത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അതും ഉണ്ടാവേണ്ടതാണ്. രാജ്യത്തിൻ്റെ അകത്ത് ആഭ്യന്തര വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അതിലിടപെടുകയും മറ്റേതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിൽ പെട്ടതാണ്. കുടിവെള്ളം പോലും ഇതിൽ പറഞ്ഞിട്ടുണ്ട്, കൃഷിയും ഭക്ഷ്യസുരക്ഷയും പറഞ്ഞിട്ടുണ്ട്, സമുദ്രമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് എല്ലാ ഭാഗവും പരാമർശിച്ചുകൊണ്ട് ഏകദേശം ഈ കരാർ പത്രം എന്ന് പറഞ്ഞാൽ 100-ലധികം വ്യത്യസ്തമായിരിക്കുന്ന കാര്യകാരണങ്ങൾ ചേർത്തുകൊണ്ടുണ്ടാക്കിയാണ് ഈ കരാർ വ്യവസ്ഥ. അത് സർവ്വ വിദ്യാഭ്യാസ മേഖലയുണ്ട്, സാമൂഹിക മേഖലയുണ്ട്, പൊതുരംഗങ്ങളുണ്ട് മേഖലയുണ്ട്, അതോടൊപ്പം തന്നെ ഈ കാർഷിക മേഖലയുണ്ട്, ഈ മീൻപിടുത്തം, കടലിന് മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നത്. ഇത് ചെറിയ സംഭവമൊന്നുമല്ല, ഒരു വലിയ സംഭവം തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ നാഷണൽ ഹൈവേ റോഡ് ഉണ്ടാക്കുന്നത്, എവിടുന്ന് ഇസ്രായേലിലൂടെ ഗസയിലൂടെ വെസ്റ്റ് ബാങ്കിലൂടെ അത് നടുക്കെ ഛേദിച്ചുകൊണ്ട് നേരെ വെസ്റ്റ് ബാങ്ക് ഇവിടേക്ക് യൂറോപ്പിലേക്ക് നാഷണൽ ഹൈവേ ഈ കരമാർഗം ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ കാര്യത്തെക്കുറിച്ചും ഇതിൽ പരാമർശിക്കുന്നു. ഈ കാര്യത്തിലൊക്കെ വലിയ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയിട്ടുണ്ട് സൗദി അറേബ്യ. ഇത് കൃത്യമായിട്ടില്ല എന്നാണ് പറയുന്നത്. കാര്യം ഗസ എന്ന് പറയുന്ന ചെറിയൊരു പ്രദേശമാണ്. ആ പ്രദേശത്തിൻ്റെ മധ്യ ഒരു നാഷണൽ ഹൈവേ പോകുന്ന സമയത്ത് ആ പ്രദേശം 2ആയിട്ട് വിഭജിക്കും. അത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇതിന് മുൻപ് തന്നെ സൗദി അറേബ്യ പറയും. സൗദി അറേബ്യ കരാർ വ്യവസ്ഥയിൽ ഒപ്പുവെച്ചിട്ടില്ല. ഞാൻ കുറച്ചും കൂടി ആലോചിക്കാനുള്ളത് മാത്രമല്ല, പാലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന രൂപം ഉണ്ടാക്കാതെ ഒരിക്കൽ പോലും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് തങ്ങൾ കരാർ വ്യവസ്ഥ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ട് സൗദി അറേബ്യ മാറി നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കസാഖിസ്ഥാൻ്റെ സിറിയൻ്റെ കാര്യത്തിൽ സിറിയ ആ സമയത്ത് ആഭ്യന്തര കലാപവും വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നു. പിന്നീട് ഈ ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വരും. അങ്ങനെ ഈ പ്രശ്നബാധിതമായിരിക്കുന്ന പ്രദേശമായിട്ട് സിറിയ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കരാർ വ്യവസ്ഥയിൽ അവർക്ക് ഒപ്പുവെക്കാനുള്ള സമയം യഥാർത്ഥത്തിൽ കിട്ടിയിട്ടില്ല എന്ന് ചുരുക്കം. അപ്പോൾ നിലവിൽ നമ്മൾ പറയുന്ന സമയത്ത് ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനം UAE എത്തിയതോടുകൂടി തന്നെ റൂട്ട് മാറി. ഒരു യുദ്ധ സാഹചര്യങ്ങൾ തൊട്ടുപിറകിൽ വരുന്നുണ്ട് എന്ന് ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ 2 പ്രാവശ്യം ഇസ്രായേൽ ഇറാൻ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ആക്രമിച്ചതിൻ്റെ 2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ് അവസാനവട്ട വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാറിൻ്റെ ദിവസമായിരുന്നു, ഒരു തീരുമാനം ഉണ്ടാക്കുന്ന ദിവസമായിരുന്നു. അന്നാണ് ആക്രമണം നടത്തിയത്. അഥവാ യുദ്ധം അവസാനിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്ന് ചുരുക്കം. 2 ആക്രമണം നടത്തിയതും കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടാണ്. ഇത്തരം ഒരു സാഹചര്യം അവസ്ഥകളും ഏറെക്കുറെ ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച് വന്നിരിക്കുന്നു. അഥവാ യുദ്ധത്തിൻ്റെ റൂട്ട് മാറുകയാണെങ്കിൽ അത് പിന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതായത് UAEയുടെ ഭാഗത്തു നിന്ന് ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിൻ്റെ പര്യവസാനം എങ്ങനെയാണ് എന്ന് പോലും പറയാൻ പറ്റാത്ത വിധം അത് കഠിനമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.